ഇടനിലക്കാർക്ക് ലഭിച്ചത് 80,000 രൂപ വീതം. കരിപ്പൂരിലെ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ടയിൽ നിർണായക വിവരങ്ങൾ പുറത്ത്. ലഹരിക്കടത്തിന്റെ കിങ് പിൻ ചെന്നൈ സ്വദേശിനി റാബിയത്ത് സൈദു സൈനുദ്ദീനാണ്. റാബിയത്ത് അടക്കം 3 പേരാണ് ഇന്നലെ കരിപ്പൂർ വിമാനത്താവളത്തിൽ വെച്ച് കസ്റ്റംസിന്റെ പിടിയിലായത്. ആർക്ക് വേണ്ടിയാണ് കേരളത്തിലേക്ക് ലഹരി എത്തിച്ചതെന്ന കാര്യമാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. ബിസ്ക്കറ്റുകളുടെയും ചോക്ലേറ്റുകളുടെയും മറവിലായിരുന്നു അതിവിദഗ്ധമായി ഹൈബ്രിഡ് കഞ്ചാവും MDMA-യും കടത്താൻ ശ്രമിച്ചത്. രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ തെരച്ചിലാണ് ചെന്നൈ സ്വദേശി റാബിയത്ത്, കോയമ്പത്തൂർ സ്വദേശി കവിത, തൃശൂർ സ്വദേശി സിമി എന്നിവർ പിടിയിലായത്. വിശദമായ ചോദ്യം ചെയ്യൽ നിർണായക വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. ലഹരിക്കടത്തിന്റെ കിങ് പിൻ പിടിയിലായ ചെന്നൈ സ്വദേശി റാബിയത്താണ്. മറ്റു 2 പേർക്കും 80,000 രൂപയാണ് ലഹരിക്കടത്തിന് വാഗ്ദാനം ചെയ്തത്. തമിഴ്നാട്ടിൽ ജോലി ചെയ്യുന്ന യുവതികളെ അവരവരുടെ ജോലിസ്ഥലത്ത് നിന്ന് അവധിയെടുപ്പിച്ച് തായ്ലൻഡിലെത്തിച്ചാണ് ലഹരി വാങ്ങിപ്പിച്ച് കരിപ്പൂർ വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ചത്. നിരോധിത വസ്തുവാണെന്ന് മാത്രമേ ഇടനില നിന്ന യുവതികൾ അറിഞ്ഞിരുന്നുള്ളൂ. ഹൈബ്രിഡ് കഞ്ചാവാണ് കടത്തിയതെന്ന് പിടികൂടിയ ശേഷമാണ് അറിഞ്ഞത്. എയർപോർട്ട് കടന്നാൽ വിളിക്കാൻ ഇരുവർക്കും ഫോൺ നമ്പറുകളും നൽകിയിരുന്നു. യുവതികളിൽ നിന്ന് ലഭിച്ച ഫോൺ നമ്പറുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. കേരളത്തിൽ ആർക്കു വേണ്ടി ലഹരി എത്തിച്ചതെന്ന് വിശദമായി അന്വേഷിക്കാനാണ് തീരുമാനം. ആലപ്പുഴയിൽ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ തസ്ലിമ നസ്രിനുമായി റാബിയത്തിന് ബന്ധമുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. ചെന്നൈ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന റാബിയത്തിന്റെ കൂട്ടാളികളെ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. 24 മലപ്പുറം.